അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു വളരെ ഗൗരവമേറിയ ഒരു വാർത്തയുണ്ട്. പശ്ചിമ ബംഗാളിലും SIR നടപടികളിലൂടെ വോട്ടർമാരെ വ്യാപകമായി വെട്ടി. ബീഹാറിൽ 65 ലക്ഷമാണെങ്കിൽ ഇവിടെ 58 ലക്ഷം വോട്ടർമാരെ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി സൂചന. ബംഗാൾ അടക്കം 4 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപിലെയും കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. PR സുനിലുണ്ട്. PR സുനിൽ, ബീഹാറിൽ 65 ലക്ഷം എന്നുള്ളതായിരുന്നു വലിയ വിമർശനങ്ങൾക്കിടയാക്കിയത്. ഇപ്പോൾ ഇവിടെ 58 ലക്ഷം പേരുടെ പേര് പുതിയ വോട്ടർ പട്ടികയിൽ കാണാനില്ല. അതിൽ തീർച്ചയായിട്ടും മാറ്റേണ്ടവരുടെ പേരുകൾ ഉണ്ടാവും. മരിച്ചവരുടെ പേരുകളും സംസ്ഥാനത്ത് നിന്ന് പോയവരുടെ പേരുകളും ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ 58 ലക്ഷം പേരുണ്ട് എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ വിവാദത്തിന് വഴിവെക്കുമോ? ഇതിൽ മമതാ ബാനർജിയുടെയൊക്കെ പ്രതികരണം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതൊരു രാഷ്ട്രീയ വിവാദമായി മാറാനുള്ള സാധ്യതയുണ്ടോ PR സുനിൽ? അരുൺ, ഉറപ്പായുമുണ്ട്. പശ്ചിമ ബംഗാളിൽ ഇത് വലിയ കോളിളക്കങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരുടെയെങ്കിലും പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാൽ അവരെ അടുക്കള കത്തികൊണ്ട് നേരിടണം എന്നാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരത്തെ പ്രസ്താവനയൊക്കെ നടത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും വലിയ പ്രകോപന പ്രതിഷേധ സാഹചര്യങ്ങളൊക്കെ തന്നെ പശ്ചിമ ബംഗാളിൽ പ്രതീക്ഷിക്കാം. ഏതായാലും ഇന്നാണ് പശ്ചിമ ബംഗാൾ അടക്കം അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെയും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 7,66,00,000 അതിൽ നിന്നാണ് 58 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കും എന്ന് പറയുന്നത്. രാജസ്ഥാനിലേക്ക് വരുമ്പോൾ അവിടെ 5.46 ലക്ഷം വോട്ടർമാരാണ് ആകെ വോട്ടർ പട്ടികയിലുള്ളത്. ഏതാണ്ട് 45 ലക്ഷത്തിലധികം വോട്ടർമാരെ രാജസ്ഥാനിലും ഒഴിവാക്കും എന്ന് പറയുന്നുണ്ട്. പുതുച്ചേരിയിലും പിന്നെ ഗോവയിലും അതുപോലെ തന്നെ ലക്ഷദ്വീപിലും ഒക്കെ തന്നെ എത്ര വോട്ടർമാരെ ഒഴിവാക്കും എന്നത് കരട് വോട്ടർ പട്ടിക വരുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഏതായാലും പശ്ചിമ ബംഗാളിൽ തീർച്ചയായും സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. തുടക്കത്തിൽ തന്നെ ഈ SIR പ്രഖ്യാപിച്ച സമയത്ത് തന്നെ വലിയ പ്രതിഷേധ കാഴ്ചകളായിരുന്നു. പ്രത്യേകിച്ച് SIR പശ്ചിമ ബംഗാളിൽ നടപ്പാക്കുന്നത് NRC കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്, ന്യൂനപക്ഷ വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള വലിയ പ്രചരണമാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നത്. മാത്രമല്ല, മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നൊരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധ കാഴ്ചകൾ, വലിയ നാടകീയ കാഴ്ചകൾ നമ്മൾ പശ്ചിമ ബംഗാളിൽ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇന്ന് ഔദ്യോഗികമായി ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി എന്തായിരിക്കും തൃണമൂൽ കോൺഗ്രസിന്റെയൊക്കെ പ്രതികരണം എന്നത് കാത്തിരുന്ന് കാണാം. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ പാർലമെന്റിലും ഉണ്ടാകും ഈ വിഷയത്തിൽ. ഓക്കെ, അപ്പോൾ 58 ലക്ഷം വോട്ടർമാരാണ് ബംഗാളിലെ പുതുക്കിയ ഈ SIR വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. അതിൽ ന്യായമായും ഒഴിവാക്കപ്പെടേണ്ടവരുണ്ട്. പക്ഷേ അതിലും അധികം ആളുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.